അപ്പോൾ ഇന്നൊരു ഹെയർ കെയർ വീഡിയോ ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ മുടി വളർച്ച നന്നായിട്ട് തന്നെ കൂട്ടിയെടുക്കാനും അതേപോലെ തന്നെ ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂസ്, ഹെയർ ഫാളിൻ്റെ ഇഷ്യൂസ്, അതുമല്ല നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാവുന്ന കുഞ്ഞു കുഞ്ഞു കുരുക്കൾ, ചൊറിച്ചിൽ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം മാറ്റിയെടുത്ത് നന്നായിട്ട് തന്നെ മുടി വളർച്ച കൂട്ടാനും മുടി പൊഴിച്ചിൽ നന്നായിട്ട് തന്നെ കുറയ്ക്കാനും പറ്റിയിട്ടുള്ളൊരു ടോണറാണ് ഇന്ന് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ടോണർ പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് കണ്ടാലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു 1.5 ഗ്ലാസ്സോളം വെള്ളം എടുക്കുക. ഇതിലേക്ക് കരിഞ്ജീരകവും അതേപോലെ തന്നെ ഉലുവയും നമ്മൾ തലേന്നേ സോക്ക് ചെയ്ത് വെച്ചാണ്, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നേരത്തെ സോക്ക് ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ അത് കുറച്ചും കൂടെ ബെറ്റർ റിസൾട്ട് നമുക്ക് കിട്ടാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നന്നായിട്ട് തന്നെ തിളപ്പിക്കാൻ വെക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് തുളസി ആഡ് ചെയ്ത് കൊടുക്കുക, കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നന്നായിട്ട് തന്നെ തിളപ്പിക്കാനായിട്ട് വെക്കുക കേട്ടോ. നന്നായിട്ട് തന്നെ തിളച്ചത് ഇങ്ങനെ പതയൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ച് ഉള്ളിയുടെ തൊലിയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് ഒരു 15-20 മിനിറ്റോളം നമുക്ക് ഇങ്ങനെ തന്നെ വെക്കണം കേട്ടോ. നന്നായിട്ട് തന്നെ തിളപ്പിക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ കളറൊക്കെ മാറി നല്ലപോലെ തന്നെ വെള്ളമൊക്കെ വറ്റിയിട്ട് ഇതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളും ഒക്കെ ആ വെള്ളത്തിലോട്ട് ഇറങ്ങും. നമുക്ക് ഈ ഒരു വെള്ളം മാത്രമാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് തണുത്ത ശേഷം നമുക്കൊരു ബോട്ടിലോട്ട് മാറ്റാം. എന്നിട്ടാണ് നമ്മളിത് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ സ്കാൽപ്പിലായിരിക്കണം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒരു സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ സ്കാൽപ്പിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം വെള്ളം ആയതുകൊണ്ട് തന്നെ അതിങ്ങനെ ഒഴുകി ഇങ്ങനെ പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ തന്നെ നമുക്ക് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്കാൽപ്പ് ഫുള്ള് നമുക്കിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇത് 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസത്തോളം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നമ്മുടെ ഹെയർ ഗ്രോത്തിനും നമ്മുടെ ഹെയറുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ സ്കാൽപ്പുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുള്ള് അപ്ലൈ ചെയ്ത ശേഷം നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കാം. മസാജൊക്കെ ചെയ്ത ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് കെട്ടി വെച്ച് കൊടുക്കാം. അയച്ചിട്ട് ഉണങ്ങുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ വെച്ച ശേഷം കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാം. ഇല്ലെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. നന്നായിട്ട് തന്നെ നമ്മുടെ സ്കാൽപ്പിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ വെക്കാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.